ഡിവിഡൻഡ് എന്നത് ഒരു കമ്പനിയുടെ ലാഭം അതിന്റെ ഓഹരി ഉടമകൾക്ക് നൽകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പാരിതോഷികം അല്ലെങ്കിൽ പ്രതിഫലമാണ്. ഇതിൽ കമ്പനി അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിശ്ചിത ഇടവേളകളിൽ, സാധാരണയായി കാൽവർഷത്തിലൊരിക്കൽ, ഓഹരി ഉടമകൾക്ക് നൽകും. ഡിവിഡൻഡ് സ്റ്റോക്സ് ധാരാളം വരുമാനവും സ്ഥിരതയോടെയുള്ള പ്രവർത്തനവും പ്രകടിപ്പിക്കുന്നവയാണ്. ഉടനെ ഡിവിഡൻഡ് നൽകുന്ന ഓഹരിയെക്കുറിച്ചുള്ള വിശദാംശം നോക്കാം. വേദാന്ത ലിമിറ്റഡ് സിങ്ക്, ലെഡ്, വെള്ളി, ചെമ്പ്, അലുമിനിയം, ഇരുമ്പയിർ, എണ്ണ, വാതകം എന്നിവയിൽ പ്രധാന പ്രവർത്തനങ്ങൾ നടത്തുന്ന മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര ഖനന കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ്. ധാതുക്കളും എണ്ണയും വാതകവും പര്യവേക്ഷണം ചെയ്യുന്നതിലും വേർതിരിച്ചെടുക്കുന്നതിലും സംസ്കരിക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന വൈവിധ്യമാർന്ന പ്രകൃതിവിഭവ ഗ്രൂപ്പാണ് വേദാന്ത ലിമിറ്റഡ്. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, നമീബിയ, അയർലൻഡ്, ലൈബീരിയ, UAE എന്നിവിടങ്ങളിൽ ഇതിന് സാന്നിധ്യമുണ്ട്. വാണിജ്യ വൈദ്യുതി ഉൽപ്പാദനം, സ്റ്റീൽ നിർമ്മാണം, ഇന്ത്യയിലെ തുറമുഖ പ്രവർത്തനങ്ങൾ, ദക്ഷിണ കൊറിയയിലും തായ്വാനിലും ഗ്ലാസ് സബ്സ്ട്രേറ്റ് നിർമ്മാണം എന്നിവ ഇതിന്റെ മറ്റ് ബിസിനസ്സുകളിൽ ഉൾപ്പെടുന്നു. ജനറൽ ഇൻഫർമേഷൻ. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 59.32%, പബ്ലിക് 15.41%, DAI 14.85%, FII 10.23%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 7537, ഏണിംഗ് പെർ ഷെയർ 11.42, റേഷ്യോസ് 13.79. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 523, 52 വീക്സ് ഹൈ 523, ലാസ്റ്റ് വീക്ക് ഹൈ 523. സ്റ്റോക്ക് പ്രകടനം. വേദാന്ത ലിമിറ്റഡ് 2024 ശ്രദ്ധേയമായ സ്റ്റോക്ക് പ്രകടനം കാഴ്ചവച്ചു. കഴിഞ്ഞ വർഷം സ്റ്റോക്ക് 145% ഉയർന്നു. ലോഹ മേഖലയിലെ പല സംപ്രായക്കാരെയും ഗണ്യമായി മറികടന്നു. സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിക്ഷേപകരുടെ വരുമാനം ഏകദേശം ഇരട്ടിയാക്കി. അലൂമിനിയം, ഇരുമ്പയിർ തുടങ്ങിയ പ്രധാന ചരക്കുകളുടെ ആവശ്യം വർദ്ധിപ്പിച്ച ചൈനയിൽ നിന്നുള്ള സാമ്പത്തിക ഉത്തേജക നടപടികൾ കാരണം ആഗോള ലോഹ വിപണികളിലെ പോസിറ്റീവ് ആക്കം വേദാന്തയ്ക്ക് പ്രയോജനം ചെയ്തു. ഈ റാലി വേദാന്തയെ അതിന്റെ മേഖലയിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ഓഹരികളിലൊന്നായി ഉയർത്തി. വേദാന്ത ലിമിറ്റഡ് ഡിവിഡൻഡ് ചരിത്രം. വേദാന്ത അതിന്റെ ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി ഡിവിഡൻഡ് പോളിസികൾക്ക് പേരുകേട്ടതാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കമ്പനി ഇതിനകം 3 ഇടക്കാല ലാഭവിഹിതം നൽകിയിട്ടുണ്ട്. മേയിൽ ഒരു ഷെയറിന് 11 രൂപ, ഓഗസ്റ്റിൽ ഒരു ഷെയറിന് 4 രൂപ, സെപ്റ്റംബറിൽ ഒരു ഷെയറിന് 20 രൂപ. ഡയറക്ടർ ബോർഡ് 4ാമത്തെ ഇടക്കാല ലാഭവിഹിതം 2024 പ്രഖ്യാപിക്കാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. റെക്കോർഡ് തീയതി ഒക്ടോബർ 16 സജ്ജീകരിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകളുടെ ഉപഭോക്താവായ ചൈനയിൽ നിന്നുള്ള ലോഹങ്ങളുടെ ആവശ്യകതയിൽ പ്രതീക്ഷിക്കുന്ന വീണ്ടെടുക്കൽ കാരണം വേദാന്ത ഓഹരി വിലയും ഫോക്കസിൽ തുടരുന്നു. ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ അലുമിനിയം, കോപ്പർ, സിങ്ക്, ലെഡ് തുടങ്ങിയ ലോഹങ്ങളുടെ അടിസ്ഥാന വില ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതേസമയം അലുമിനിയം, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, സ്റ്റീൽ, ഫെറസ് മെറ്റീരിയൽ, ബേസ് മെറ്റൽ പ്രവർത്തനങ്ങൾ എന്നിവ പ്രത്യേക കമ്പനികളാക്കി വിഭജിക്കുന്നത് വേദാന്ത ഓഹരി വിലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മറ്റൊരു കാരണമായി തുടരുന്നു. ലോഹഭീമനായ വേദാന്ത തങ്ങളുടെ എക്കാലത്തെയും ഉയർന്ന അലുമിനിയം ഉൽപ്പാദനം കൈവരിച്ചതായി പ്രഖ്യാപിച്ചു. 24 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 1205 KD പോസിറ്റീവ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നിട്ടും കമ്പനിയുടെ ഓഹരി 2% ഇടിഞ്ഞു. കമ്പനിയുടെ അലുമിന ഉൽപ്പാദനം വർഷം തോറും 21% വർദ്ധിച്ചു. ക്വാർട്ടർ 2-വിൽ സിങ്ക് ഇന്ത്യയിൽ തങ്ങളുടെ എക്കാലത്തെയും ഉയർന്ന ഖനനം ചെയ്തും ശുദ്ധീകരിച്ചതുമായ ലോഹ ഉൽപ്പാദനം നേടിയതായും വേദാന്ത റിപ്പോർട്ട് ചെയ്തു. ഖനനം ചെയ്ത ലോഹ ഉൽപ്പാദനത്തിൽ കമ്പനി റെക്കോർഡ് ഉയരത്തിലെത്തി. അതേസമയം ശുദ്ധീകരിച്ച ലോഹ ഉൽപ്പാദനം 5% വർദ്ധിച്ചു. കമ്പനിയുടെ വൈദ്യുതി വിൽപ്പന ആദ്യ പകുതിയിൽ 10% വർദ്ധിച്ചു. മുൻപാദത്തെ അപേക്ഷിച്ച് ക്വാർട്ടർ 2-വിൽ വെള്ളിയുടെ അളവ് 10% ഉയർന്നു. വേദാന്ത ക്വാർട്ടർ 1 പ്രകടനം. 2024 ജൂണിൽ അവസാനിക്കുന്ന ആദ്യ പാദത്തിൽ ഏകീകൃത അറ്റാദായത്തിൽ 37% വർധനവ് വേദാന്ത റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ 2640 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 3606 കോടി രൂപയിലെത്തി.
ഈ പാദത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 6% വർദ്ധിച്ച് 35,239 കോടി രൂപയായി. മുൻ വർഷത്തെ ഇതേ പാദത്തിലെ 33,342 കോടി രൂപയായിരുന്നു. വേദാന്തയുടെ ഓഹരികൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 160% ഉയർന്നു. BSE അനലിറ്റിക്സ് അനുസരിച്ച് കഴിഞ്ഞ 6 മാസത്തിനിടെ 65%, കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 9% വർദ്ധിച്ച് സ്റ്റോക്ക് ഏകദേശം ഇരട്ടിയായി. പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. വേദാന്ത ലിമിറ്റഡിന്റെ ശക്തമായ സ്റ്റോക്ക് പ്രകടനം സ്ഥിരമായ ഡിവിഡൻഡ് പേഔട്ടുകളും ഗണ്യമായ സ്റ്റോക്ക് വളർച്ചയും പ്രകടമാക്കുന്നു. ഇത് വരുമാനം കേന്ദ്രീകരിച്ചുള്ള നിക്ഷേപകർക്ക് ആകർഷകമായ ഓപ്ഷനാക്കി. എന്നിരുന്നാലും മിക്ക ചരക്ക് അധിഷ്ഠിത കമ്പനികളെയും പോലെ അതിന്റെ ഭാവി പ്രകടനവും ആഗോള വിപണി സാഹചര്യങ്ങളുമായി, പ്രത്യേകിച്ച് ലോഹമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം നിലവിൽ ശക്തമാണെങ്കിലും ലാഭവിഹിതം ഉയർന്ന ആദായത്തിൽ എത്തുമ്പോൾ കടബാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഈ പേഔട്ടുകളെ ആശ്രയിക്കുന്നതിൽ നിന്ന് ആശങ്കകൾ ഉയർന്നുവരുന്നു. നിക്ഷേപകർ ജാഗ്രത പാലിക്കുകയും വേദാന്തയുടെ ദീർഘകാലത്തെ ബാധിച്ചേക്കാവുന്ന കോർപ്പറേറ്റ് പ്രഖ്യാപനങ്ങളും ആഗോള സാമ്പത്തിക മാറ്റങ്ങളും നിരീക്ഷിക്കുകയും വേണം. Thank you.